നിങ്ങൾ ടൗണിലുള്ള ഹോട്ടലിൽ പോയിട്ട് ഒരു സെറ്റ് തട്ട് ദോശയും ഒരു നെയ് റോസ്റ്റും പാഴ്സൽ വാങ്ങുന്നു. എന്നിട്ട് വീട്ടിലെത്തി തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഒരു നെയ് റോസ്റ്റ് ഉണ്ട്, പക്ഷേ ഒരു സെറ്റ് തട്ട് ദോശ, അതായത് 2 തട്ട് ദോശയ്ക്ക് പകരം ഒരു തട്ട് ദോശയേ ഉള്ളൂ, ഒരെണ്ണം മിസ്സിംഗ് ആണ്. അങ്ങനെ നിങ്ങൾ ഹോട്ടലിലെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നു, കൗണ്ടറിലെ ആൾ ഫോൺ എടുക്കുന്നു, അയാൾ സോറി പറയുന്നു, ഒരു സെറ്റ് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ ഇനിയിപ്പോൾ ഡെലിവറി ചെയ്യാനായിട്ട് അധികം സ്റ്റാഫില്ല, കുറേയേറെ പേര് ലീവാണ്, ഒരു കാര്യം ചെയ്യട്ടെ, ആ ഒരു തട്ട് ദോശയുടെ പൈസ 35 രൂപ റീഫണ്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്നു. ഇനി ഈ കസ്റ്റമറുടെ സൈഡ് ഒന്ന് നോക്കാം. ഈ കസ്റ്റമർ അരമണിക്കൂറിലേറെ ഡ്രൈവ് ചെയ്തിട്ടാണ് ടൗണിലെ ട്രാഫിക്കൊക്കെ കടന്ന് ഈ ഹോട്ടലിലെത്തിയത്. 7-8 കിലോമീറ്റർ ബ്ലോക്കിൽ കടന്ന് ട്രാഫിക്കിൽ കടന്നിട്ടാണ് ബാക്ക് ആൻഡ് ഫോർത്ത് പോയി വന്നത്. ഗർഭിണിയായിട്ടുള്ള ഭാര്യ വളരെ പെട്ടെന്ന് തട്ടുദോശ കഴിക്കാനായിട്ട് ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഓടിപ്പിടച്ച് പോയിട്ട് ഈ സാധനം വാങ്ങിയത്. അപ്പം കഴിച്ചാൽ ചിലപ്പോൾ കഴിക്കും. ഇങ്ങനെയുള്ള ആളോടാണ് 35 രൂപ റീഫണ്ട് ചെയ്ത് തരട്ടെ എന്ന് ഈ കൗണ്ടറിലുള്ള ആൾ പറയുന്നത്. നടന്ന കാര്യമാണ്. കസ്റ്റമറോട് നമുക്ക് എപ്പോഴും എല്ലാ എക്സ്റ്റെൻഡിലും എംപതൈസ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമറുടെ എല്ലാ പ്രോബ്ലവും എല്ലാ പെയിനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആസ് എ സർവീസ് പ്രൊവൈഡർ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അപ്പോൾ ഏറ്റവും റാഡിക്കലായിട്ട് ആ കസ്റ്റമറോട് എംപതൈസ് ചെയ്യണം. ആ കസ്റ്റമറുടെ പെയിൻ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും എക്സ്ട്രീമിൽ ഉള്ളൊരു അസംഷൻ എടുക്കണം. കസ്റ്റമർ ഒരുപക്ഷെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളൊരു അസംഷൻ എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റുമ്പോൾ പോലും കസ്റ്റമർക്ക് ഒരു ഡിലേറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആളുകൾ ലീവ് ആണെങ്കിൽ പോലും ആ ഒരു തട്ടുദോശ ഡെലിവറി ചെയ്യുന്നിടത്ത് ചിലപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുമായിരിക്കും. കാരണം മിസ്റ്റേക്ക് അത്രയും വലിയ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് ഉണ്ടായതാണ്. മിസ്റ്റേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, ഫെയിലിയേഴ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഫെയിലിയർ ഉണ്ടാകുമ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് കസ്റ്റമറോട് അങ്ങേയറ്റം അവരോട് എംപതൈസ് ചെയ്യാനും അവരുടെ ആ പെയിനെ അഡ്രസ്സ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്തും കസ്റ്റമർക്ക് ഡിലേറ്റ് കൊടുക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്.